ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ സീസണിലെ IPL മത്സരങ്ങൾ മുഴുവൻ അവസാനിച്ചു. അവസാന മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. കളിയിലേക്ക് ഞാൻ വലുതായിട്ട് തിരിയുന്നില്ല. എന്നാലും 220+ റൺ സ്കോർ ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ടായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അന്തസ്സായിട്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് പൊട്ടി. ടോസ് കിട്ടി ബോളിംഗ് തെരഞ്ഞെടുത്ത ഋതുരാജ് ഗേക്വാദിന് അതിനെ ഞെട്ടിപ്പിക്കുന്ന തുടക്കമായിരുന്നു ഗുജറാത്ത് കൊടുത്തത്. ക്യാപ്റ്റനും ഇന്ത്യൻ ക്യാപ്റ്റനും ഗുജറാത്ത് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗംഭീര വെടിക്കെട്ട പ്രകടനം, പിന്നെ സുദർശന്റെ മോശമില്ലാത്ത നല്ല പ്രകടനം, പിന്നാലെ വന്ന ബട്ട്ലറിന്റെ മികച്ച പ്രകടനം. അവരുടെ 220+ റൺസ് എടുത്തു. ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഇന്നിംഗ്സ് സഞ്ജു സാംസൺ കസർന്നൊക്കെ വിചാരിച്ചു. സഞ്ജു സാംസൺ ആദ്യ ബോളിൽ തന്നെ പോയി. പിന്നെ തുടരെ വിക്കറ്റ് പോലെ 140 ചെന്നൈയുടെ കത്തിക്കൽ കഴിഞ്ഞു. മികച്ച വിജയമായി അവർ ഓൾറെഡി പ്ലേ ഓഫിലും കയറി. സഞ്ജുവിൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ ടീം പുറത്താവും ചെയ്തു. ചെന്നൈ കളി നോക്കുകയാണെങ്കിൽ കളിച്ച അവസാനം 3 കളിയും തോറ്റു ചെന്നൈ. ഈ 3 കളിയിൽ ഏതെങ്കിലും 2 കളി ജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചെന്നൈ വേണമെങ്കിൽ പ്ലേ ഓഫിൽ കയറിയേനെ എനിക്ക് പറയാനുള്ളത്. പക്ഷെ അത് പറ്റിയില്ല. സ്കോർ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിലും ഗുജറാത്തിന് മുട്ടാൻ പറ്റില്ല. ബാറ്റിങ്ങിൽ സഞ്ജു മാത്രമാണ് ഒന്നും കൂടി മികവ് പുലർത്തുന്നത്. വേറെ ആരും മികവ് പുലർത്തുന്നില്ല. ബോളിംഗ് ആണെങ്കിലോ എക്സ്പീരിയൻസ് ആയിട്ടൊരു ബോളില്ല. ഈ കമ്പോജും നൂർ അഹമ്മദും അഖിൽ ഹുസൈനും ചൗധരിക്കാണ് ബോൾ ചെയ്യുന്നത്. എത്രത്തോളം എക്സ്പീരിയൻസും എത്രത്തോളം ഒരു പരിചയസമ്പത്തും എത്രത്തോളം വിക്കറ്റ് ടേക്കിംഗ് ഡെലിവറീസ് ഉണ്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. തിരിച്ച് നമ്മുടെ ഗുജറാത്തിൻ്റെ ടീമിലേക്ക് വരികയാണെങ്കിൽ സിറാജ്, റബാഡ, റാഷിദ് ഖാൻ ഇമാതിരി ടീംസിൻ്റെ ഒക്കെ ഇടയിലൊക്കെ പോയിട്ട് നിൽക്കണം. അപ്പം നമുക്ക് അതിൻ്റെ അന്തരം മനസ്സിലാക്കാമല്ലോ. അപ്പം അടുത്ത സീസണെങ്കിലും ഒരു സ്കോർ സ്ട്രെങ്ത് കൂട്ടി എക്സ്പീരിയൻസിന് കുറച്ചുകൂടി മുൻതൂക്കം കൊടുത്തിട്ട് കളിക്കാർ ഇറക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഞാനൊരു മുംബൈ ഇന്ത്യൻസിന് ഇഷ്ടപ്പെടുന്ന കളിക്കാരനാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമാണ്. എല്ലാവരും ഉണ്ടായിട്ട് പോലും മുംബൈ ഇന്ത്യൻസിന് കാര്യമായിട്ടൊന്നും കളിക്കാൻ ഈ സീസണിൽ പറ്റിയില്ല. അത് അടുത്ത സീസണിൽ അവരും ഒന്ന് പുനർവിചിന്തനം ചെയ്യട്ടെ. ക്യാപ്റ്റൻ ആരാകണം, ഏത് ലൈനപ്പിൽ ഇറക്കണം എന്നൊക്കെ അവരും പുനർവിചിന്തനം ചെയ്യട്ടെ.